ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. തിരുവചന പുലരി എന്ന ധ്യാന ചിന്തയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നാം ഇത് ശ്രവിക്കുന്നതിലൂടെ ദൈവവചനം കേൾക്കുകയും അതിലൂടെ നമ്മുടെ ആത്മീയ ഉണർവ് ഉണ്ടാകുന്നതിനും ഇത് കാരണമായിട്ട് തീരട്ടെ. ജനുവരി മാസം 8-ാം തീയതി പ്രഭാതത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. അനുഗ്രഹീതമായ ഒരു ദിവസം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ഉൽപ്പത്തി പുസ്തകം 8-ാമത്തെ അധ്യായം ആധാരമാക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം എന്ന് പറയുന്നത് നോഹയും കുടുംബവും പെട്ടകത്തിൽ കഴിയുന്ന ഒരധ്യായമാണ്. ആ പെട്ടകത്തിലെ ജീവിതത്തെക്കുറിച്ച് വിവരിക്കുന്ന ഒരു അധ്യായമാണ് ഈ അധ്യായം എന്ന് പറയുന്നത്. നോഹയും കുടുംബവും അവരോടുകൂടെ പെട്ടകത്തിൽ കയറ്റിയിരുന്ന ജീവജാലങ്ങളും ഒരുമിച്ചിരുന്ന ഒരു കൊച്ചു ലോകമാണ് നോഹയുടെ പെട്ടകമെന്ന് പറയുന്നത്. അതിന് വേണമെങ്കിൽ ഒരു കാഴ്ച ബംഗ്ലാവെന്നോ മൃഗശാലയെന്നോ ഒക്കെ നമുക്ക് പറയാം. കാരണം ലോകത്തിൽ ദൈവം സൃഷ്ടിച്ച എല്ലാ മൃഗങ്ങളുടെയും സ്പെസിമെൻസ് സാമ്പിൾസ് അവിടെയുണ്ട്. മാംസഭുക്കുകളായ സിംഹവും പുലിയും അവിടെയുണ്ട്. അതുപോലെ തന്നെ സസ്യഭുക്കുകളായിരിക്കുന്ന മാനും ആടും അവിടെയുണ്ട്. എല്ലാം അവിടെയുണ്ട്. ഇത് രണ്ടും കൃപയിരിക്കുന്ന മനുഷ്യനും അവിടെയുണ്ട്. എല്ലാവരും ചേർന്നതായിരിക്കുന്ന ഒരു വലിയ സമൂഹമാണ് പെട്ടകം എന്ന് പറയുന്നത്. എന്നാൽ പെട്ടകത്തിൽ അവർ ഏകദേശം 1 വർഷത്തോളം കഴിഞ്ഞു. മഴയെല്ലാം നിന്നു, വെള്ളം താഴാനായിട്ട് തുടങ്ങി. അപ്പോൾ നോഹ ഒരു കാര്യം തീരുമാനിച്ചു. വെള്ളം എന്തുമാത്രം വറ്റി, അവർക്ക് പുറത്തിറങ്ങുവാനുള്ള സമയമായോ കര കാണാതായോ എന്നൊക്കെ അറിയാനായിട്ട് നോഹ ഒരു മലങ്കാക്കയെ പുറത്തു വിട്ടു. മലങ്കാക്ക പറയുന്നത് അത് പോയി വന്നു വരുന്നു എന്നാണ്. പോയും വന്നു വരുന്നു. മലങ്കാക്കയെ കൂടാതെ ഒരു പ്രാവിനെയും വിട്ടു. പ്രാവിൻ്റെ പെരുമാറ്റവും മലങ്കാക്കയുടെ പെരുമാറ്റവും ഒത്തിരി വ്യത്യസ്തമാണ്. മലങ്കാക്ക പോയി വന്നു വരുന്നെങ്കിൽ അത് നിലത്ത് കാല് കുത്താൻ പാകമായെന്ന് കണ്ടപ്പോൾ തിരിച്ചു വന്നില്ല. കാരണം അഴുകിയതും പുഴുത്തതും ഒക്കെ ധാരാളം ഉണ്ടല്ലോ. 1 വർഷം മുഴുവനും പോയി ജലത്തിൻ്റെ അടിയിലല്ലായിരുന്നു. അപ്പോൾ ഒരുപാട് മനുഷ്യരും ജന്തുക്കളും ഒക്കെ മരിച്ച് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട്. മലങ്കാക്ക സുഖമായിട്ട് അതെല്ലാം കൊത്തിപ്പറക്കി അവിടെ ജീവിച്ചു. എന്നാൽ പ്രാവിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ? അത് പോയി വന്നു നിന്നു എന്നുള്ളത് ശരിയാണ്. എന്നാൽ അത് ഒരു ദിവസം പ്രത്യാശയുടെ കിരണമായിരിക്കുന്ന ഒരു ഒലിവലയും കൊണ്ട്, ഫ്രഷായിട്ടുള്ള ഒരു ഒലിവലയും കൊണ്ട് അത് പറന്നു വരുന്നു. ഒലിവില കൊത്തി മുറിച്ച് അത് നോഹയുടെ അടുക്കൽ കൊണ്ടുവന്നു. അബദ്ധവശാലൊന്നുമല്ല അങ്ങനെ കൊണ്ടുവന്നത്. പ്രാവിനൊരു സന്ദേശമുണ്ടായിരുന്നു. അത് പ്രത്യാശയുടെയും പുതുജീവിതത്തിൻ്റെയും സന്ദേശമാണ്. കാക്കയ്ക്ക് അങ്ങനെ ഒരു സന്ദേശമില്ല. കാക്ക അതിൻ്റെ സാഹചര്യമായിട്ട് ഒത്തുചേർന്ന് അങ്ങ് പോകുന്ന ഒരു ജന്തുവാണ്. അപ്പോൾ ഇന്നും മലങ്കാക്കയെ പോലെയുള്ള വിശ്വാസികളുണ്ട്. അവരെവിടെ ചെന്ന് കഴിഞ്ഞാലും കാല് വെക്കാൻ സ്ഥലം കിട്ടിയാൽ അവിടെയൊക്കെ അവർ ചുറ്റിപ്പറ്റി നിൽക്കും. അവിടെ കിട്ടുന്നതൊക്കെ അവർ ആസ്വദിച്ച് അങ്ങ് നിൽക്കും. എന്നാൽ പ്രാവിനെ പോലെയാണ് വിശ്വാസികളായിരിക്കേണ്ടത്. അങ്ങനെയാണ് നിങ്ങൾ പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരായിരിക്കണമെന്നാണ് വചനം നമ്മോട് പറയുന്നത്. പ്രാവിനെ പോലെ ആയിരിക്കണം. പ്രാവ് പറന്നും പോയി വന്നിരുന്നു. അവിടെ കണ്ട ചിഞ്ഞുനാറുന്നൊന്നും തിന്നാനായിട്ട് പ്രാവ് നിന്നില്ല. പ്രാവ് നോക്കിയപ്പോൾ മഴ വെള്ളപ്പൊക്കെ കഴിഞ്ഞു. സസ്യങ്ങളൊക്കെ പൂക്കാനും കായ്ക്കാനും ഒക്കെ തുടങ്ങി. അതിന് ചെറിയ തളിരിടാൻ തുടങ്ങി. ഒലിവ് വൃക്ഷം എന്ന് പറയുന്നത് മനോഹരമായിരിക്കുന്ന ഒരു വൃക്ഷമാണ്. ഒലിവെണ്ണയും ഒലിവും ഒക്കെ നല്ലതാണ്. ഒലിവിൻ്റെ കായും ഒക്കെ നല്ലതാണ്. നമുക്കറിയാം പ്രത്യാശയുടെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒക്കെ ചിഹ്നമായിരിക്കുന്ന ഒലിവിൻ്റെ ഒരു ഇല പറിച്ചുകൊണ്ട് അത് പ്രാവ് നോഹയുടെ അടുക്കൽ വന്നു. അപ്പോൾ ഇന്ന് ലോകത്തുള്ള മനുഷ്യരെ വിശ്വാസികളെന്നും അവിശ്വാസികളെന്നും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. അല്ലെങ്കിൽ മലങ്കാക്കകളെന്നും പ്രാവെന്നും പറയാൻ കഴിയുന്ന വിധത്തിൽ നമുക്കവരെ തരംതിരിക്കാനായിട്ട് കഴിയും. അവരുടെ ജീവിതശൈലികൾ 1 അല്ല 2 ശൈലിയാണ് അവരുടെ ജീവിതശൈലി എന്ന് പറയുന്നത്. അതെ, കർത്താവിൻ്റെ വരവ് കാത്തിരിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികൾ ഈ ലോകത്തുണ്ട്. അവരെ പ്രാവിനെ പോലെയാണ്. പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ മേൽ വന്നപ്പോൾ പ്രാവ് രൂപത്തിൽ വന്നുവെന്നാണ്. എന്തുകൊണ്ടാണ് പ്രാവിനെ ആധാരമായിട്ട് ഒരു രൂപമായിട്ട് ചിത്രമായിട്ട് ഉപയോഗിച്ചതെന്ന് ചോദിച്ചാൽ അതിൻ്റെ നിഷ്കളങ്കത്വം കൊണ്ടാണ്. പ്രാവ് വളരെ നിഷ്കളങ്കത്വമാണ്. ആളുകൾക്ക് കൈകൊണ്ട് പിടിക്കാവുന്ന ഒരു ബേർഡാണ് പ്രാവ്. യാഗത്തിന് പടയപത്തി ഉപയോഗിക്കുന്ന ഒരു പക്ഷിയാണ് പ്രാവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രാവിനെയാണ് വിശ്വാസ സമൂഹത്തോട് നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് കഴിയുന്നത്. നമുക്കൊരിക്കലും മലങ്കാക്കകളെ പോലെ ആകരുത് എൻ്റെ പ്രിയമുള്ളവരെ. കർത്താവിൻ്റെ വരവ് വരെ വിശ്വാസികളും വന്നും പോയൊക്കെ നിൽക്കും. അവർ ഈ ലോകത്ത് ജീവിക്കുന്നവരാണ്. ഈ ലോകത്തിലെ സംസർഗം അവർക്കുണ്ട്. ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യും. പക്ഷേ അവരെപ്പോഴും
ആ ഒലിവലയാണ് നോക്കുന്നത്. ആ ഒലിവല കർത്താവിൻ്റെ കാലുകൾ ഒലിമലയിൽ വന്ന് സ്പർശിക്കും. ഒലിവ് പ്രത്യാശയുടെയും പ്രവചനത്തിൻ്റെയും ഒക്കെ മുൻപിൽ പ്രസക്തമായിരിക്കുന്ന ഒന്നാണ്. ഈ ഒലിവല കൊത്തിക്കൊണ്ട് പ്രാവ് വന്നത് വാസ്തവത്തിൽ നോഹയ്ക്ക് എന്തോരു സന്തോഷമായി കാണുമെന്ന് അറിയാമോ? എന്തോരു നോഹ കൈനീട്ടി ആ പ്രാവിനെ തൻ്റെ ഇടയ്ക്കിലേക്ക് ചേർത്തു. അവരെൻ്റെ വിചാരം എന്ന് പറഞ്ഞാൽ നോഹയും കുടുംബവും ആ ഒലിവല കുറച്ച് നേരം എടുത്ത് ഇങ്ങനെ പിടിച്ച് കാണുമെന്ന് നോക്കി കാണും. ഒലിവല ഇങ്ങനെ കാണും, എത്ര മനോഹരം. കുഞ്ഞുങ്ങളെ വെള്ളം പറ്റി വീണ്ടും വൃക്ഷങ്ങൾ തളിർക്കാൻ തുടങ്ങി. പ്രത്യാശയുടെയാണ് നമുക്ക് വീണ്ടും നമ്മുടെ പഴയ ജീവിതത്തിലേക്ക് ഭൂമിയിലേക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പെട്ടകത്തിൻ്റെ അടപ്പ് തുറന്നു, അവർ പുറത്തിറങ്ങി മനോഹരമായിരിക്കുന്നൊരു പുതിയ ലോകത്തേക്ക് വന്നു. ഒരു വേർപാട് കഴിഞ്ഞാൽ ഒരനുഗ്രഹം തീർച്ചയായിട്ടുണ്ട്. വേർപാട് എന്ന് പറയുന്നത് സങ്കടകരമാണ്. വേർപെട്ട് പെട്ടകത്തിൽ കയറിയപ്പോൾ ഒരുപാട് കരഞ്ഞു കാണും. ഒരുപാട് അവരെക്കുറിച്ച് പറഞ്ഞു കാണും. ഞങ്ങളപ്പച്ചൻ ഇങ്ങനെയായിരുന്നു, ഞങ്ങളപ്പച്ചനോട് എത്ര പ്രാവശ്യം പറഞ്ഞ കാല് പിടിച്ച് പറഞ്ഞാണ് എൻ്റെ അളിയനോട് വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്ന് എൻ്റെ വീട്ടുകാരോടൊക്കെ പറഞ്ഞ എൻ്റെ അനന്തരോടൊക്കെ ഞാൻ കാല് പിടിച്ച് പറഞ്ഞതാണ്, കണ്ണീരൊഴുക്കി പറഞ്ഞ എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ വരണമെന്ന്. പക്ഷേ അവരാരും വന്നില്ലല്ലോ. പക്ഷേ ഒരു വർഷം മുഴുവൻ അവർ കരുതി കാണില്ല. യാഥാർത്ഥ്യം അവർ അംഗീകരിച്ചു. അവർ പോയി, ഇന്ന് നീക്കമായി പോയി, അവരുമായുള്ള ബന്ധം പോയി. പക്ഷേ ഒരു പുതിയ ലോകത്തേക്ക് അവരിറങ്ങി. നോഹയും കുടുംബവും ഒരു പുതിയ ലോകത്തേക്ക് ഇറങ്ങി. വെള്ളം പൊക്കം കഴിഞ്ഞു. ഇനി അവിടെ കൃഷി ചെയ്യാം, അവിടെ അധ്വാനിക്കാം, അവർക്ക് വീണ്ടും ജീവിക്കാം. അങ്ങനെ അവർ ജീവിച്ചു. നോഹ മുന്തിരി നട്ടതൊക്കെയാണ് പറയുന്നത്. മുന്തിരി നട്ടു, മുന്തിരിങ്ങ ഉണ്ടായി, വീഞ്ഞൊക്കെ ഉണ്ടാക്കി കുടിച്ചു. അതിൻ്റെയൊക്കെ വേറെ കഥകളൊക്കെ ഉണ്ട്. അതൊന്നും നോഹയുടെ കുഴപ്പം കൊണ്ട് വന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതൊക്കെ മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഫലമായിട്ട് സംഭവിച്ച ചില കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. നോഹ ചെയ്തതും ഒന്നും പാപകരമായിരിക്കുന്ന കാര്യങ്ങളല്ല. പക്ഷെ ഒരു പുതിയ ലോകത്തേക്ക് അങ്ങനെയാണ്. ഇറ്റ്സ് എ ന്യൂ വേൾഡ്. കർത്താവിനെ വിശ്വസിക്കുന്നവരും കർത്താവിനോട് ചേർന്നവരുമായിരിക്കുന്ന ആളുകൾ ഒരു പുതിയ ലോകത്തേക്ക് പ്രവേശിക്കുന്നവരാണ്. നിങ്ങളതിനുവേണ്ടി തയ്യാറാണോ എന്ന് ഞാൻ ചോദിക്കട്ടെ? നിങ്ങളതിനുവേണ്ടി തയ്യാറാണോ? അതോ പഴയതിനെ നിങ്ങൾ സ്നേഹിക്കുന്നവരാണോ? പെട്ടകത്തിലൂടെ കയറിയവർക്ക് പഴയ ലോകത്തേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കില്ല. നോഹയും കുടുംബവും പെട്ടകത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരൊറ്റ മനുഷ്യൻ പോലും അവിശ്വാസിയെ പോലും കണ്ടില്ല. വിശ്വാസ സമൂഹത്തെ മധ്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വന്ന് നമ്മെ കൊണ്ടുപോകുമ്പോൾ പിന്നെ അവിടെ ഒരു അവിശ്വാസി ഒരു ദുഷ്ടനും ഉണ്ടായിരിക്കുകയില്ല. വിശ്വാസ സമൂഹം മാത്രം. എത്ര സന്തോഷകരമായിരിക്കുന്ന പ്രത്യാശയാണ് നമുക്കുള്ളത്. ആ പ്രത്യാശയെ നമുക്ക് സന്തോഷിക്കാം. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് നോക്കിപ്പാർക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നാം കേട്ട തിരുവചന ചിന്ത നമുക്കേവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. പുതിയ ചിന്തയുമായി ഓരോ പ്രഭാതത്തിലും നമുക്ക് അതിനായിട്ട് കാത്തിരിക്കാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.